ഹായ് അസ്സാം വലൈക്കും. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എളുപ്പത്തിൽ ഇഡ്ഡലി ഉണ്ടാക്കാനാണ് കേട്ടോ. അതിനായി 250 ml 2 കപ്പ് പച്ചരി നന്നായി കഴുകി വെള്ളത്തിലിട്ട് വെക്കണം. പിന്നെ അതിലേക്ക് 1 കപ്പ് ഉഴുന്ന്, അതിലേക്ക് 1 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കഴുകി വെള്ളത്തിലിട്ട് വെക്കാം. എന്നിട്ടൊരു 6 മണിക്കൂർ വെച്ചതിന് ശേഷം നന്നായി അടിക്കുക. പച്ചരി നന്നായി ആദ്യം അടിക്കണം. അധികം വെള്ളം ഒഴിക്കാതെ വേണം കേട്ടോ പച്ചരി അടിക്കാൻ. പച്ചരി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഉഴുന്ന് അരച്ചിട്ട് അതിലേക്ക് ഒഴിക്കുക. ഉഴുന്നും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടിക്കണം. അത് കഴിഞ്ഞ് ഒരു കയ്യിൽ ചോറ് ഇട്ടടിക്കണം. മിക്സിയിലിട്ടിട്ട് ഒരു കയ്യിൽ ചോറും കൂടെ ഇട്ടടിച്ച് മൂന്നും കൂടെ നന്നായി മിക്സ് ചെയ്യണം. നന്നായി മൂന്നും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് രാവിലെ എടുത്ത് ഉണ്ടാക്കുന്ന സമയത്ത് വേണം ഉപ്പിടാൻ. ഉപ്പിട്ട് നന്നായി ഇളക്കുക. ഈ പരുവത്തിലാവണം മാവ്. അധികം വെള്ളം കൂടാൻ പാടില്ല. പരുവത്തിലായാലാണ് ഇഡ്ഡലി നന്നായി സോഫ്റ്റായിട്ട് വരുള്ളൂ. എന്നിട്ട് നമ്മൾ ഇഡ്ഡലി തട്ട് വെച്ച് കുറച്ച് എണ്ണ തടവി കുറേശ്ശെ മാവ് അതിലേക്ക് ഒഴിച്ചിട്ട് ഇഡ്ഡലി ചുട്ടെടുക്കാം. ഇഡ്ഡലി ചുട്ട് കഴിഞ്ഞതിന് ശേഷം ചൂടാറിയതിന് ശേഷം മാത്രം അതിൽ നിന്ന് പുറത്തെടുത്താൽ മതി. അപ്പോൾ ഇഡ്ഡലി തട്ടിൽ നിന്ന് വേഗം വിട്ടുപോരും. ഇതിന് സോഡാപ്പൊടിയോ വേറെ ഒന്നും ഇതിലേക്ക് ചേർക്കേണ്ടതില്ല. നല്ല സോഫ്റ്റ് ഇഡ്ഡലി ആയി കിട്ടും. കഴിക്കാനും ടേസ്റ്റ് ഉണ്ട്. നല്ല സോഫ്റ്റായ ഇഡ്ഡലിയാണ് നമുക്ക്